UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനു മുമ്പ് പിന്നെ എന്നെ കാണില്ല. ഊരിപ്പിടിച്ച വടിവാളിന്റെയോ ഉയർത്തിപ്പിടിച്ച ചോര പുരണ്ട ഷർട്ടിന്റെയോ കഥ പറയാനില്ലാത്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ചിലപ്പോൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ആയിട്ടും എന്തെടുക്കുകയായിരുന്നു നിങ്ങൾ 100 ദിവസക്കാലം, അല്ലെങ്കിൽ താൻ പറഞ്ഞ വാദങ്ങളെ കവർ ചെയ്യാൻ പറ്റാണ്ട് നിസ്സഹായനായി നിൽക്കുന്ന വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട്. പോഡ്കാസ്റ്റുകളിലും പ്രസംഗങ്ങളിലൊക്കെ വിഷണറി ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ മന്ത്രിസ്ഥാനത്തൊന്നും എത്താത്തതുകൊണ്ട് നമുക്കറിയില്ല പ്രവൃത്തിയിൽ അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ലീഡ് ചെയ്യാൻ അദ്ദേഹം എത്രത്തോളം കേപ്പബിൾ ആണ്? കൂട്ടിവയ്ക്കാൻ കഴിയുന്ന പ്രായത്തിൽ പത്രം വായിക്കും. പത്രങ്ങൾ ഇങ്ങനെ വായിച്ചാണ് രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്, സാമൂഹ്യ ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂർ ഗ്രാമത്തിലാണ് വിഡിയുടെ ജനനം. അന്നത്തെ കേരള സാഹചര്യം വെച്ച് ഫിനാൻഷ്യലിയും സോഷ്യലി എഡ്യൂക്കേഷനിലൊക്കെ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് വിഡി വരുന്നത്. അച്ഛൻ കെ ദാമോദരൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ വിഡിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്മ വിലാസിനി അമ്മയോടായിരുന്നു വിഡിക്ക് കൂടുതൽ അടുപ്പം. നെട്ടൂരിലും പനങ്ങാടുമായിട്ടാണ് സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പഠനത്തിൽ മിടുക്കനായിരുന്ന അദ്ദേഹം വിഡി പലപ്പോഴും പറയുന്ന പോലെ തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ക്ലാസ് ലീഡറും അതുപോലെ 10ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറും ആയിരുന്നു. അതിനിടയിൽ 9ാം ക്ലാസ്സിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആവുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ലീഡർഷിപ്പ് ട്രേറ്റ് അദ്ദേഹം കാണിച്ചിരുന്നു. പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കളുടെയും ചൈൽഡ്ഹുഡ് ട്രേസ് ചെയ്യുന്ന സമയത്ത് പലതരം സ്ട്രഗിൾസും അതിനെതിരെയുള്ള പോരാട്ടങ്ങളും ആയിരിക്കും അവരെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിണറായി വിജയനെ പറഞ്ഞ പോലെ പിണറായി എന്നുള്ള ഒരു നേതാവിനെ ഷേപ്പ് ചെയ്ത് തന്നെ അത്തരം സ്ട്രഗിൾസ് ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പക്ഷെ വിഡിയുടെ കാര്യത്തിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് അല്ല, പകരം വായനയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലോട്ട് എത്തിച്ചത്. നെഹ്റു പോലുള്ള നേതാക്കന്മാരുടെ ബുക്സും സ്പീച്ചസും ഒക്കെ അദ്ദേഹം ഒരുപാട് കൺസ്യൂം ചെയ്തിരുന്നു. പിന്നെ ഡിബേറ്റ്സ്, സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഡിബേറ്റ്സ് കോമ്പറ്റീഷനിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിഡിയുടെ തന്നെ ആത്മകഥ എന്നൊക്കെ പറയാൻ പറ്റുന്ന ടോണി ചിറ്റേട്ടുകളത്തിന്റെ നേരനുഭവങ്ങൾ എന്നുള്ള ഈ പുസ്തകത്തില് വിഡിനെ ഒന്നും കൂടെ ആഴത്തിൽ അറിയാൻ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട്. കോളേജ് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഇടയിൽ ക്ലാസ്സിലൊക്കെ സംസാരിക്കാൻ കയറുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഈ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ എന്റെ സ്പീച്ച് കേട്ടിട്ട് ഞാൻ കരയിക്കുന്നു. എന്നിട്ട് ശരിക്കും എന്തെങ്കിലും ഇമോഷണൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ട് അവരെ കരയിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയും, ഈ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ ഞാൻ ചിരിപ്പിക്കുന്നു. എന്നിട്ട് ശരിക്കും അവരെ ചിരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് വെറും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ല, പകരം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞ 10 വർഷം വിഡിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. പക്ഷെ വിഡി സതീശൻ എന്നുള്ളൊരു രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടമാണ്. അത് നല്ലൊരു ഓർമ്മയാണ്. ഭയങ്കര സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ക്യാമ്പസാണ്. ഞാനൊരു ക്യാമ്പസിൻ്റെ പ്രോഡക്റ്റാണ്. കോളേജ് കാലഘട്ടത്തിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും വിഡി വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹിയായിരുന്നു. UUC തൊട്ട് MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ വരെ ആവുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കാലത്ത് ആർട്സ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നതാണ്. യൂണിയൻ ഇലക്ഷൻ നോമിനേഷൻ ദിവസം KSUവിന്റെ ആർട്സ് സെക്രട്ടറി കാൻഡിഡേറ്റ് കോളേജിൽ എത്തിയില്ല. പകരം വന്ന പേര് വിഡി സതീശൻ. കാര്യമായിട്ടുള്ള ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വിഡിയുടെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്സ് കോളേജിൽ അറിയപ്പെടുന്ന കലാപ്രവർത്തകരായിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു വിഡിക്ക്. അന്ന് അദ്ദേഹം വീട്ടിൽ പോയി കരയുന്നൊക്കെ ഉണ്ടെങ്കിലും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു, ഇത് ഞാൻ എന്തായാലും ജയിക്കും. അതിനുശേഷം ശക്തമായ പ്രചരണം നടത്തി ഉയർന്ന ഭൂരിപക്ഷത്തോടെ തന്നെ അദ്ദേഹം വിജയിച്ചു. ബേസിക്കലി ഹി റെഫ്യൂസസ് ടു ലൂസ്, അതായത് അദ്ദേഹം തോൽക്കാൻ തയ്യാറല്ല. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റും. സേക്രഡ് ഹാർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി, രാജഗിരി കോളേജിൽ PG, അത് കഴിഞ്ഞിട്ട് കേരള ലോ അക്കാദമിയിൽ LLB, പിന്നെ തിരുവനന്തപുരം ലോ കോളേജിൽ LLM ഒക്കെ ആയിട്ട് സ്കൂൾ കാലഘട്ടത്തിന് ശേഷം അത്യാവശ്യം വലിയൊരു വിദ്യാർത്ഥി കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം ചെലവഴിക്കാനും തനിക്ക് വേണ്ട കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനും ഈ സമയം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. സ്കൂൾ കാലഘട്ടത്തിലെ അധ്യാപകരായിട്ടും അതുപോലെ തന്നെ നാട്ടിലെ പ്രമുഖരായിട്ടൊക്കെ അദ്ദേഹം ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതും. അതുപോലെ തന്നെ കോളേജ് കാലഘട്ടത്തിലെ KSU വഴി കോൺഗ്രസിലെ പല നേതാക്കളായിട്ടും അദ്ദേഹം ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആരെയും തന്റെ ലീഡറായിട്ട് വിഡി കണക്കാക്കുന്നില്ല. ദ എബിലിറ്റി ടു ബിൽഡ് കണക്ഷൻസ് വിത്തൗട്ട് ബീയിങ് ഡിപ്പെൻഡന്റ് ഓൺ ദം. തനിക്ക് വേണ്ട കണക്ഷൻസ് നിലനിർത്താനും അതിലുപരി അത് ഉപയോഗിച്ച് വളരാനുള്ള ഒരു ക്ലവർ മൈൻഡും വിഡിക്കുണ്ട്. രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത വിഡിയെ ഇത്തരം ബന്ധങ്ങളാണ് ഉയരങ്ങളിലോട്ട് എത്തിക്കുന്നത്. ശേഷം നമ്മൾ വിഡിയെ കാണുന്നത് കേരള ഹൈക്കോടതിയിലാണ്. സ്കൂൾ കാലം തൊട്ട് അതിയായി ആഗ്രഹിച്ച വക്കീൽ കുപ്പായത്തിൽ 10 വർഷത്തോളം അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു.
ഇതിനിടയിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ NSUവിന്റെ നാഷണൽ സെക്രട്ടറി ആയിട്ട് രാഷ്ട്രീയത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അന്ന് അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാക്കിയ കണക്ഷൻസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായകമാവുന്നത് 1996-ലാണ്. ഞാനൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്ന നിലയിൽ അധികാരത്തെ സ്നേഹിക്കുന്ന ആളും അധികാരം ആഗ്രഹിക്കുന്ന ആളുമാണ്. 1996 നിയമസഭാ ഇലക്ഷൻ. VD സതീശൻ പറവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒട്ടും പരിചയമില്ലാത്ത വർഷങ്ങളായി ഇടത് കോട്ടയായിട്ടുള്ള പറവൂർ മണ്ഡലത്തില് പ്രചരണത്തിന് ലഭിച്ചത് വെറും 14 ദിവസം. ഒടുവില് എതിർ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ P. രാജുവിനോട് 1116 വോട്ടിന് VD സതീശൻ പരാജയപ്പെടുന്നു. അതെ, VDയുടെ ആദ്യത്തെ പരാജയം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള VDയെ ഇത് വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ VD പിന്നീട് അങ്ങോട്ടുള്ള 5 വർഷം ഇതേ മണ്ഡലത്തില് വാശിയോടുകൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ 2001 ഇതേ P. രാജുവിനെതിരെ 2734 വോട്ടിന് വിജയിക്കുന്നു. ഇവിടെ നമുക്കൊരു ട്രേറ്റ് കാണാൻ പറ്റും. തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവ്, അതായത് വാശിയോട് കൂടിയിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ്. ഇത് മുന്നേ നമ്മൾ കോളേജിലും കണ്ടിട്ടുണ്ട്. നിയമസഭയിലെത്തിയ VD ആദ്യം ചെയ്യുന്നത് പറവൂരുകാരുടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കുടിവെള്ള പ്രശ്നം. ഈ സമയത്ത് അത്രത്തോളം ജനശ്രദ്ധ നേടുന്നില്ലെങ്കിലും പറവൂറുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 25 വർഷം ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടി അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത്. ഇതേ സമയം ഓരോ വിഷയങ്ങളും ആഴത്തിൽ പഠിച്ച് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള VDയുടെ കഴിവ് നിയമസഭയ്ക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. VD ജനശ്രദ്ധയിലോട്ട് വരുന്നത് 2006-ലാണ്. വീണ്ടും MLA ആയി പ്രതിപക്ഷത്തെത്തിയ സമയത്ത് നടത്തിയ ഇടപെടലുകൾ കൊണ്ട് മൂന്നാർ കയ്യേറ്റം, സ്വാശ്രയ ബില്ല്, അതിനേക്കാളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ലോട്ടറി വിവാദം. 2010 സെപ്റ്റംബർ 13 അന്നാണ് VDയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം നടക്കുന്നത്. ഒരുപാട് നാടകീയമായിട്ടുള്ള ഇൻസിഡൻസിനൊടുവിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ പബ്ലിക്കായിട്ടൊരു ഡിബേറ്റ്. ഒരു വശത്ത് നിയമസഭ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ തോമസ് ഐസക്, മറുവശത്ത് യുവ MLA VD സതീശൻ. ശരിക്കും ഒരു ദാവിദ് ഗോലിയാത്ത് ഫൈറ്റ്. ലോട്ടറി തട്ടിപ്പ് മാഫിയുമായിട്ട് ഗവൺമെന്റിന് ബന്ധമുണ്ടെന്ന് വാദിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഈ ഡിബേറ്റുകൾ കൊണ്ട് VDക്ക് സാധിച്ചിട്ടുണ്ട്. അതോടുകൂടെ VD സതീശൻ അറിയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഫിഗറായി മാറി. അങ്ങനെ 2011 ഇലക്ഷനിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നു. സ്വാഭാവികമായിട്ടും VD സതീശൻ മന്ത്രിയാവുമെന്ന് എല്ലാവരും വിചാരിച്ചു. അങ്ങനെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്റെ ബുക്കിലും പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളികളാണല്ലോ. ഒടുവിൽ ലിസ്റ്റ് വന്നപ്പോൾ VD സതീശന്റെ പേരില്ല. ഗ്രൂപ്പ് കളികൾക്കപ്പുറം തന്റെ കണക്ഷൻസ് വെച്ച് എല്ലാം നേടിയെടുക്കാമെന്നുള്ള VDയുടെ കോൺഫിഡൻസിനേറ്റ ഒരു തിരിച്ചടിയായിരുന്നു ഇത്. മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും സൈഡ് ലൈൻ ആവുന്നതിനെ പറ്റി VDക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. സോ ഹി ഡിഡ് വാട്ട് ഹി ക്യാൻ ഡു ദ ബെസ്റ്റ്, ബീങ് ദ ഒപ്പോസിംഗ് വോയിസ്. UDF ഭരണകാലത്ത് ഒരു സംഘം UDF MLAമാര് VDയുടെ നേതൃത്വത്തിൽ തിരുത്തൽ ശക്തിയാവുന്നുണ്ട്. ദ ഗ്രീൻ മൂവ്മെന്റ്, നെല്ലിയാമ്പതി, ഗാഡ്ഗിൽ, എമർജിംഗ് കേരള, അങ്ങനെയുള്ള പരിസ്ഥിതി വിഷയങ്ങളിൽ അവർ ഗവൺമെന്റിന് എതിര് നിലകൊണ്ടു. അതിനിടയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് VD വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവിടെയും ഭാഗ്യം തുണച്ചില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താൻ ചവിട്ടിത്താഴ്ത്തപ്പെട്ടു എന്ന് പല ഇന്റർവ്യൂവിലും VD തന്നെ പറയുന്നുണ്ട്. തന്റെ ജീവിതത്തെ കർണന്റെ ജീവിതമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത്. മറ്റൊരു ഭാഷ പറയുകയാണെങ്കിൽ പവർ ഈസ് വാട്ട് ഗീവ്സ് എ പൊളിറ്റീഷ്യൻ ദ പർപ്പസ്. ശേഷം 2016 പിണറായി വിജയന്റെ കീഴിൽ LDF സർക്കാർ ഭരണത്തിലെത്തുന്നു. പ്രതിപക്ഷത്ത് UDFും. പറവൂരിൽ വീണ്ടും ജയിച്ച VD പ്രതിപക്ഷത്തിന്റെ പ്രധാന ശബ്ദമാകുന്നു. ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിലും ഹി ഈസ് സ്റ്റിൽ നോട്ട് ദ ഫേസ് ഓഫ് എനിത്തിങ്. കോൺഗ്രസിന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ ഓർക്കുന്ന മുഖമല്ല ഇപ്പോഴും VDയുടേത്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ടു ചേഞ്ച്. പ്രതിപക്ഷ നേതാവിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. VD സതീശന് സാധ്യതയേറുന്നു. രമേശ് ചെന്നിത്തലയ്ക്കായി അവസാന നിമിഷവും സമ്മർദ്ദമുണ്ട്. 2021 മെയ്യില് വീണ്ടും ഇലക്ഷൻ. UDFനെയും പൊളിറ്റിക്കൽ അനലിസ്റ്റുകളെയും ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സിറ്റിംഗ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുന്നു. LDF 99 സീറ്റ് നിലനിർത്തി അധികാരം തുടരുന്നു. പക്ഷെ നമ്മുടെ കോണ്ടസ്റ്റിൽ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാവുന്ന ചർച്ച ചെയ്തുകൊണ്ടിരുന്ന UDFന് ഇത് വളരെ വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. പക്ഷെ ഇവിടെയും എക്സെപ്ഷൻ ആയിട്ട് തന്റെ ഭൂരിപക്ഷം നിലനിർത്തി VD സതീശൻ ജയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ UDFന്റെ ഉള്ളിൽ ഈ ഇലക്ഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും മെയിൻ പ്രശ്നം ആര് പ്രതിപക്ഷ നേതാവാവും എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ചപ്പോഴും യുവ MLAമാരും ഹൈക്കമാൻഡും തെരഞ്ഞെടുത്തത് VD സതീശന്റെ പേരായിരുന്നു.
അങ്ങനെ 56-ാം വയസ്സിൽ 20 വർഷത്തെ MLA ജീവിതത്തിനൊടുവിൽ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഡിസേർവ് ചെയ്യുന്ന ഒരു പവർ പൊസിഷനിലോട്ട് എത്തുന്നു. അദ്ദേഹത്തിന് മുന്നിലുള്ള ആദ്യത്തെ ടാസ്ക് തകർന്നിരിക്കുന്ന UDF ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ അദ്ദേഹത്തിന് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഗവൺമെന്റിനെതിരെ ഉയർത്തിയ വാദങ്ങൾ ശരിയോ തെറ്റോ ആവട്ടെ, വെറും 41 സീറ്റ് കൊണ്ട് പ്രതിപക്ഷമായിട്ടുള്ള UDF കഴിഞ്ഞ 5 വർഷം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നുള്ളത് തന്നെ ഇതിനൊരു തെളിവാണ്. കേരയിൽ സമരം, കിഫ്ബി അഴിമതി, സംസ്ഥാനത്തിന്റെ കടബാധ്യത, ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നങ്ങള്, എക്സലോജി കേസ് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ വിമർശനങ്ങൾ കൊണ്ട് അദ്ദേഹം ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇതിൽ ഓരോ വിഷയങ്ങളും വളരെ വലുതാണ്. അതിന്റെ ഡെപ്തിലോട്ട് പോവാണെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പൊതുവെ എല്ലാത്തിനെ അടച്ചാക്ഷേപിക്കണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഐഡിയോളജി മാറ്റിയിട്ട് നല്ലത് കണ്ട അതിനെ അംഗീകരിക്കുകയും അതുപോലെ മോശമായതിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരണം എന്ന് VD പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാക്ടിക്കലി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. ഇതേ സമയം VDക്കെതിരെയും ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. വികസന വിരോധി എന്നും നുണേശനെന്നും പുനർജനി പദ്ധതിക്കെതിരെ വന്ന അഴിമതി ആരോപണങ്ങളും അങ്ങനെയൊക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചൂരൽ മലയിലെ ദുരിത നിവാസികൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. 2026 നിയമസഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ വിസ്മയം, ഡിബേറ്റ് ചലഞ്ച്, വനവാസമൊക്കെ ആയിട്ട് ഇപ്പോഴും VD സതീശൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ കൂടെ ഈ അവസാന നിമിഷത്തിൽ മന്ത്രിസ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഗ്രൂപ്പ് കളി UDFന്റെ ഇമേജിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. എ ലീഡർ ഈസ് നോട്ട് ബോൺ ബട്ട് മെയ്ഡ്. VDയുടെ കാര്യത്തിൽ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇറ്റ് ഈസ് ക്യൂറേറ്റഡ്. ഇലക്ഷന് തൊട്ടു മുമ്പ് നടത്തിയ പുതുക യാത്രയും അതിനുശേഷമുള്ള ഇൻസിഡൻസ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും UDF മാത്രമല്ല ലൈം ലൈറ്റിൽ വന്നത്, അദ്ദേഹം കൂടെയാണ്. സപ്പോർട്ട് ചെയ്യാൻ ഗ്രൂപ്പോ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു പൊളിറ്റീഷ്യനാണ് VD സതീശൻ. ഇതിന്റെ തെളിവാണ് 2021 ഒപ്പോസിഷൻ ലീഡർ ആയപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതുപോലെ ആത്മകഥ പബ്ലിഷ് ചെയ്തതൊക്കെ. പക്ഷെ ചോദ്യം അതല്ല, കേരളം പോലുള്ള ഒരു സ്റ്റേറ്റ് ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി VD സതീശനുണ്ടോ? കുറച്ച് മുന്നോട്ട് വരുമോ? കുറച്ചുകൂടെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അവിടെ നമ്മൾ ഇതിൻ്റെ അനാലിസിസിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് VD കാണാൻ ഉദ്ദേശിക്കുന്ന കോൺഗ്രസും അതുപോലെ ബാക്കി നേതാക്കൾ കാണുന്ന കോൺഗ്രസും രണ്ടാണ്. പല സമുദായങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് UDFനെ വികസിപ്പിക്കാം എന്നുള്ള VDയുടെ സ്വപ്നം എത്രത്തോളം ബാക്കിയുള്ള നേതാക്കളെ കൺവിൻസ് ചെയ്യാൻ VDക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഉദാഹരണത്തിന് ദളിത് നേതാവായ സണ്ണി M കബിക്കാടിന് സീറ്റ് കൊടുക്കാൻ സാധിക്കാത്തത്, I ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് കിടക്കുന്ന കോൺഗ്രസിനെ ഒന്നിപ്പിച്ച് നയിക്കാൻ പറ്റുന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ VD ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് കോൺഗ്രസിന്റെ അധികാര തർക്കങ്ങളിൽ VDയും ഭാഗമാവുന്നുണ്ട്. റീസെന്റ് പോഡ്കാസ്റ്റുകളിലൊക്കെ ഒരുപാട് വിഷണറി ആയിട്ടുള്ള ഐഡിയാസ് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഐഡിയാസ് ഒക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഈ ഐഡിയാസ് ഒക്കെ എത്രത്തോളം VDക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതുവരെ അദ്ദേഹത്തെ നമ്മളൊരു മന്ത്രിസ്ഥാനത്ത് കണ്ടിട്ടില്ല. അത് കാലം തെളിയിക്കേണ്ട ഒന്നാണ്. പിണറായി വിജയൻ, VD സതീശൻ, ഇവരെ രണ്ടാളെയും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ജേർണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വഹിച്ച റോളുകളായിക്കോട്ടെ, ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മളിവിടെ അഡ്മയർ ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. 12 വർഷമായി മീഡിയാസിന്റെ മുന്നിൽ ഒന്നും വരാതെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾക്ക് മാത്രം മുഖം കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇവിടെ ഓടി നടന്ന മീഡിയകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുകയും അതുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല ക്രിസ്പായിട്ട് മറുപടിയും കൊടുക്കുന്ന 2 ആൾക്കാരാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ആസ് എ മലയാളി അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. റിലീജിയസ് ഫാബ്രിക് എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിലീജിയസ്ലി ഇന്റർകണക്റ്റഡ് ആണ് ആസ് എ സൊസൈറ്റി നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ഫാബ്രിക്കിനെ ഡാമേജ് ചെയ്യുന്ന എന്ത് ചെയ്താലും അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഫ്യൂച്ചറിനെ കാര്യമായിട്ട് ബാധിക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ വർഗീയത പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും കേരളത്തിന് നല്ലതല്ല. സോ വൈസ് ആയിട്ടും ഇൻഫോംഡ് ആയിട്ട് വോട്ട് ചെയ്യുക.